ഇത്രയും കാലം അവർ ആരാധിച്ചിരുന്ന വിഗ്രഹം ഒരർത്ഥത്തിൽ നമ്മൾ പിടിച്ചെടുത്ത് കൊണ്ടുവരികയായിരുന്നല്ലോ. അവരും ആരാധിക്കാൻ അനുവാദം ചോദിച്ചുവെന്നേ ഉള്ളൂ. ചോദിക്കുന്നത് തമ്പുരാനോടല്ലേ? അത് മനസ്സിലാക്കണ്ടേ ഇവറ്റകള്? നാടുവാഴി തമ്പുരാനേക്കാൾ കൂടുതൽ പദവിയുണ്ടോ ഇവറ്റകൾക്ക്? തമ്പുരാൻ എല്ലാവരുടെയും ഒരു ആശങ്കയായിട്ട് മാറിയിരിക്കുകയാണ്. ഉറച്ച ഒരു തീരുമാനം അങ്ങ് ഈ കാര്യത്തിൽ പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഇതൊരു ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കും. ശിവശങ്കറിന്റെ അഭിപ്രായം എന്താ? ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച ആ കാട്ടുജാതിക്കാരന്റെ നാവ് അരിഞ്ഞു കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്രമത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇപ്പൊ നമ്മുടെ ശ്രദ്ധ അതിലൊന്നും അല്ല വേണ്ടത്. പൂജകൾ നടക്കുകയാണ്, അത് നടക്കട്ടെ. തണ്ടും തടിയുമായി വന്നു കയറില്ലെന്ന് എന്താണ് ഉറപ്പ്? തമ്പുരാന്റെ പട നോക്കി നിൽക്കുമെന്നാണോ തോന്നുന്നത്? അങ്ങനെ ഒരു വരവുണ്ടായാൽ ക്ഷേത്രമുറ്റം ചോരക്കളമാവും. ശിവശങ്കരൻ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് ഇദ്ദേഹമല്ലേ? ഈ ഒരു കാര്യത്തിനും ഇദ്ദേഹം തന്നെ അഭിപ്രായം പറയട്ടെ. അവധൂതന് ദേശമംഗലത്തിന്റെ രാജനീതി അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ശിവലിംഗം ആരാധിച്ചിരുന്ന കാട്ടുജാതിക്കാർ ഒരാവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൽ തൊഴാൻ അവർക്കും അവസരം വേണമെന്ന്. അറിയാം, ജാതി വ്യവസ്ഥയുടെ ക്രമത്തിൽ അവർ താഴെയാണ്. പക്ഷേ ഒന്നും മറന്നു പോകരുത്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ശുഗനും അഴകിയും കണ്ടെടുത്ത് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഉപദേവതയായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം. ദൈവം കാണിക്കാത്ത അയിത്തം നാം കാണിക്കേണ്ട കാര്യമുണ്ടോ തമ്പുരാൻ? ശുഗനും അഴകിക്കും മുന്നിൽ പാർവതീ സമേതനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നതല്ലേ സത്യം? അങ്ങനെയാണെങ്കിൽ അത്രയും ശുദ്ധജന്മങ്ങൾ വേറെയില്ല എന്നല്ലേ സാരം? അവരുടെ പിൻതലമുറക്കാർക്കും അവരുടെ കൂടെ വസിച്ചവർക്കും എങ്ങനെയാണ് അയിത്തം കൽപ്പിക്കാനാവുക? അങ്ങ് അവർക്ക് അവരുടെ അയിത്തം ഒഴിവാക്കാൻ നിൽക്കരുത്. ഇത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനൊരു കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല തമ്പുരാൻ. അഥവാ ആ ഹീനജാതിക്കാരെ അമ്പലത്തിൽ പ്രവേശിക്കുക എന്നൊരു തീരുമാനം വന്ന പിന്നെ ഞങ്ങൾ ആരും ഈ വഴി വരില്ല, ഈ ദേശത്തും ഉണ്ടാവില്ല. നിങ്ങൾ വാശി കാണിക്കുന്നത് തമ്പുരാനോടല്ല, സാക്ഷാൽ ഈശ്വരനോടാണ്. ഇത്രയും കാലം നിലനിന്നിരുന്ന ആചാരങ്ങൾ ദൈവനിശ്ചയമല്ലേ? അത് മാറ്റിമറിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തമ്പുരാൻ, ഇക്കാര്യത്തിൽ അങ്ങയുടെ തീരുമാനമാണ് പ്രധാനം. ഏതായാലും 11 ദിവസത്തെ പൂജ നടക്കുന്ന വേളയിൽ ഒരു തർക്കവും മത്സരവും വേണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. തൽക്കാലം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വെക്കുക. അതിനുശേഷം ദേവീ ചൈതന്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയതിനു ശേഷം പണ്ഡിത ശ്രേഷ്ഠന്മാരോട് കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താവുന്നതാണ്. എന്താ, അതുപോരെ? മതി. തൽക്കാലം അവറ്റകൾക്ക് ഇവിടെ പ്രവേശനമില്ലാന്ന് അറിഞ്ഞത് തന്നെ ആശ്വാസം. തമ്പുരാൻ വിജയിക്കട്ടെ. ഉള്ളിലെന്തോ വിഷമമുണ്ട് തമ്പുരാന്. ഉണ്ട്. അനീതി എന്തോ ചെയ്യും പോലെ. യുക്തമായൊരു സമയത്ത് ഉചിതമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചോളൂ തമ്പുരാൻ. അങ്ങനെയാണെങ്കിൽ സുന്ദരരാജൻ തമ്പുരാന്റെ പേര് എക്കാലത്തും നിലനിൽക്കും. അമ്മേ ഭഗവതി, അവിടുന്ന് തന്നെ വഴികാട്ടി തരണമേ. തപസ്സിൽ നിന്നുണർന്ന മാതുലൻ മലമുകളിൽ നിന്ന് അപ്രത്യക്ഷനായോ? അതോ നമ്മളെ തിരക്കി വരാൻ മാതുലൻ പേടിച്ചോ? മാതുലന് പേടിയോ? സൈരന്ധ്രി എന്തായി പുലമ്പുന്നത്? അന്വേഷണത്തിലെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അവധൂതനെ തടയാനുള്ള നീക്കം മുതൽ നമുക്ക് നേരിട്ടതെല്ലാം പരാജയങ്ങളാണല്ലോ. അങ്ങനെ ഒരു പരാജയത്തിന്റെ പങ്ക് പറ്റാൻ മാതുലന് താല്പര്യമില്ലെങ്കിലോ? മാതുലനെ ഉപദേശകനായി ലഭിക്കാൻ വരെ നാടുവാഴി തമ്പുരാന്മാർ മുൻപിൽ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒറ്റമൂളലിൽ നിഷേധിച്ചവനാണ് മാതുലൻ. പണവും ആഭരണങ്ങളും മുഴുവൻ സമ്പത്തുമടക്കം മാതുലന് കൊടുക്കാൻ തയ്യാറായവരുണ്ട്. അതും സമ്മതിച്ചില്ല. തപസ്സുകൊണ്ട് ആർജിച്ചെടുക്കുന്ന ശക്തി നാഗേന്ദ്രനും സൈരന്ധ്രയ്ക്കും മാത്രമാണെന്നുള്ള സത്യം പറയുന്നവനാണ് മാതുലൻ. എന്നിട്ടും നീ സംശയിക്കുന്നു. കാൽച്ചുവട്ടിലെ മണ്ണ് പോലും പൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു ഭീതി
ശരീരം മുഴുവൻ ഉറഞ്ഞു കയറുന്നു. 11 ദിവസത്തെ പൂജ പൂർത്തീകരിക്കാൻ ദേശമംഗലംകാർക്കും സുന്ദരരാജനും സാധിച്ചാൽ ചൈതന്യമുള്ള ദേവീ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സുന്ദരരാജൻ ആദ്യം എടുക്കുന്ന തീരുമാനം സേനാപതിയുടെ മകളെ വക വരുത്തുക എന്നതായിരിക്കും. ദേവിയുടെ അനുഗ്രഹവുമായി ഇറങ്ങുന്ന സുന്ദരരാജനെ തടുക്കാൻ നമ്മുടെ പടയാളികൾക്കോ നമുക്കോ സാധിക്കില്ല. ഒരു കാര്യം ഏട്ടൻ ചിന്തിച്ചോളൂ. ദേവീ ചൈതന്യത്തിൽ ശക്തനായ സുന്ദരരാജന്റെ വാളിനാണ് നമ്മൾ ഇരയാകുന്നതെങ്കിൽ നമ്മുടെ ശവശരീരം അവർ ദേശമംഗലം മുഴുവൻ കെട്ടിവലിക്കും. അധികൃതരെ കൊണ്ട് ചാട്ടവാറിനെ അടിപ്പിക്കും. ചത്താലും തീരില്ല സേനാപതിയുടെ മക്കളുടെ ഗതികേട്. പേടിക്കണ്ട, ഇന്ന് രാത്രി മാതുലൻ ഇവിടെ എത്തിയിരിക്കും. നമ്മുടെ മനസ്സൊന്നിടറിയാൽ അതറിയുന്നവനാണ് മാതുലൻ. എത്താതിരിക്കില്ല. എത്തിയേ പറ്റൂ. ദേശമംഗലം ഇന്ന് എത്ര സമാധാനത്തിലാണെന്ന് അങ്ങയെ കണ്ടാൽ തന്നെ അറിയാം. അർദ്ധരാത്രി പോലും ഒരു ചെറു മയക്കം കിട്ടാതിരുന്ന അങ്ങ് ഉച്ചനേരത്ത് സുഖമായി ഉറങ്ങുന്നു. പ്രായച്ചിത്തങ്ങൾ കഴിഞ്ഞു. ഇനി പ്രതീക്ഷകൾ മാത്രമല്ലേ നമ്മുടെ പ്രജകൾക്ക്? അല്ല, പഞ്ചമി എവിടെ? പ്രതിഷ്ഠയുടെയും പൂജയുടെയും എല്ലാ ചടങ്ങുകളും പഞ്ചമി ഏറ്റെടുത്തിരിക്കുകയല്ലേ. മാത്രമല്ല, പൂജാരിയുടെ കുഞ്ഞിന് പഞ്ചമി അല്ലാതെ മറ്റാരും പറ്റില്ലെന്നായിരിക്കുന്നു. എന്തൊരു ഹൃദയവിശാലതയോടെയാണ് നമ്മുടെ അനുജത്തി ആളുകളോട് ഇടപെടുന്നത്. ചതിച്ചവരോടും ആട്ടി ഓടിച്ചവരോട് പോലും ഒരു പകയുമില്ല. അതെ തമ്പുരാൻ, ഐശ്വര്യത്തിന്റെ മറ്റൊരു പ്രതീകം തന്നെയാണ് പഞ്ചമി. അടുത്തിരുന്ന് സംസാരിച്ചാൽ നേരം പോകുന്നത് അറിയേയില്ല. ഇടയ്ക്കെപ്പോഴെങ്കിലും നാടലഞ്ഞ കഥകളൊക്കെ പറയും. അവള് കരയില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ നനയും. പക്ഷേ നമുക്കിപ്പോഴും ഭയമുണ്ട് മീനാക്ഷി. അടങ്ങിയിരുന്നാലും നമ്മുടെ സഹോദരിയും അവളുടെ ഭർത്താവും ഇനിയും എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനയുമോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും സംശയിക്കണ്ട, ആരുടെ അപേക്ഷയിലും നമ്മുടെ ഉടവാൾ താഴില്ല. അരുത്, അങ്ങനെയൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. അനർത്ഥമൊന്നും ഇനി ഉണ്ടാവില്ല. ദേവി മഹാമായ കാത്തുകൊള്ളും. ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ അവിടെയാണ്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു മനോവിഷവും മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. എന്താണ്? ശിവലിംഗം വെച്ച് ആരാധിച്ചിരുന്ന ആ പാവപ്പെട്ടവരുടെ നിവേദനം തള്ളിക്കളയേണ്ടി വന്നതിൽ. എല്ലാവർക്കും സ്വന്തം സ്ഥാനവും രാജ്യവും സംരക്ഷിക്കപ്പെടുന്നു. ആ പാവങ്ങൾക്ക് ഒന്നുമില്ല. അങ്ങ് വിഷമിക്കാതിരിക്കൂ. അവധൂതൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാലമാണ് അതിന് മറുപടി കൊടുക്കുക എന്ന്. അങ്ങ് നീതിമാൻ എന്ന കാര്യത്തിൽ അവർക്ക് സംശയം ഉണ്ടാവില്ല. ദേവി തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തും. കുമാരിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇല്ല തിരുമേനി, ക്ഷേത്രപൂജ ഏറ്റെടുക്കാൻ അങ്ങ് ഏൽപ്പിച്ച ഒരു ബാധ്യതയായിട്ടല്ല, എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്വത്തായിട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അറിയാം, അമ്മയൊന്ന് തഴുകിയിട്ട് പോലുമില്ലാത്ത കുഞ്ഞാണ്. എത്രയോ നിശബ്ദമായി, എത്രയോ ശാന്തമായി എന്റെ കുഞ്ഞുറങ്ങുന്നു. സന്തോഷമുള്ള കാഴ്ചയാണ്. മോളെന്നോട് നന്നായി ഇണങ്ങിക്കഴിഞ്ഞു. ഓരോ ചിണുങ്ങളുടെയും അർത്ഥം ഇപ്പോൾ എനിക്ക് വ്യക്തമായി അറിയാം. ഭാഗ്യം. ഉപാസിക്കുന്ന ദൈവങ്ങളുടെ അനുഗ്രഹം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് മാത്രമായിരുന്നു ജീവിതത്തിൽ എൻ്റെ ഒരേ ഒരു പ്രതിസന്ധി. മഹാമായ എത്ര ഭംഗിയായിട്ടാണ് ഇപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തിയത്. തിരുമേനി, ഏട്ടൻ തമ്പുരാൻ ആഴിയിലൊടുങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ അപേക്ഷ എന്തായിരുന്നു എന്നറിയാമോ? രാജാവിനോടൊപ്പം മരിക്കാൻ വേണ്ടി അനുവദിക്കണമെന്നായിരുന്നു. കൊട്ടാരക്കെട്ടുകൾ മുതൽ ചേറിൽ കിടക്കുന്നവർ വരെ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ്
ദേശമംഗലത്തുകാർക്ക് സ്വന്തം മണ്ണിനോടുള്ള കൂറ്. അവരുടെയൊക്കെ പ്രതീക്ഷകൾ നിറവേറ്റാനാണ് അങ്ങയുടെ നിയോഗം. ഒരു പരിചാരികയായി അതിന് കൂട്ടുനിൽക്കാൻ പറ്റുന്നതാണ് എന്റെ മണ്ണിനു വേണ്ടി ഞാൻ ചെയ്യുന്ന കടമ. അതൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തിരുമേനി, ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? വിധി. മഹാജ്ഞാനികൾ എഴുതുന്ന ജാതകത്തിൽ തിരുത്തുകൾ വരില്ല. എഴുതപ്പെട്ട അതേ സമയത്തിൽ മരണം സംഭവിച്ചു. ഉറങ്ങുകയായിരുന്നു. പ്രസവം അടുത്തിരുന്ന സമയം. മധ്യാഹ്നം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതായപ്പോൾ ചെന്ന് വിളിച്ചു. ഉണർന്നെണീറ്റത് ക്ഷീണത്തോടെയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പ്രസവവേദനയും തുടങ്ങി. വയറ്റാട്ടി വന്നു. പുറത്ത് അസ്വസ്ഥമായി നടക്കുമ്പോൾ അകത്തുനിന്ന് ഉത്തരയുടെ വല്ലാതെയുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു. പ്രസവമല്ലേ, ഇതൊക്കെ പതിവുള്ളതാണല്ലോ എന്നാണ് നാം കരുതിയത്. പക്ഷെ തിരിച്ചറിഞ്ഞില്ല. ഒരു പ്രാണൻ യാത്രയാകുന്നതിൻ്റെയും മറ്റൊരു പ്രാണന്റെ പിറവിയുടെയും ശബ്ദങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന്. പെൺകുഞ്ഞാണ്, തങ്കക്കുടം പോലെ എന്ന് പറഞ്ഞ് ഇവളെ എന്റെ കയ്യിൽ വച്ചു തന്നിട്ട് അടുത്ത നിമിഷം വയറ്റാട്ടിയുടെ നാവ് ചലിച്ചു. ഉത്തര വിഷ്ണുമതം പോകിയിരിക്കുന്നു. പോയി. സർവലക്ഷണങ്ങളും അടയാളപ്പെടുത്തി ഇവളെ എനിക്ക് സമ്മാനിച്ചിട്ട് പോയി കളഞ്ഞു. തിരുത്തപ്പെടാത്ത വിധി. മാതുലനെ കുറിച്ച് ജ്യേഷ്ഠൻ പറഞ്ഞതെല്ലാം വെറും വാക്കുകളായിപ്പോയി അല്ലേ? ഞാൻ സംശയിച്ചത് തന്നെയാണ് സത്യം. മാതുലനും നമ്മളെ കൈവിട്ടിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. സൈരന്ധ്രേ, മാതുലന് പ്രണാമം. എന്തുപറ്റി നാഗേന്ദ്ര? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. തപസ് അവസാനിപ്പിച്ച മാതുലിനെ തേടി അലയാൻ ഇനി ഇടമില്ല. തോൽവി പേടിച്ച് നാട് വിട്ട് കാണുമെന്ന് സൈരേന്ദ്രി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മാതുര, അത് തപസ് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കങ്കാണിമലയിലേക്കാണ്. നമ്മുടെ ഇഷ്ടമൂർത്തികളുടെ മുന്നിലേക്ക്. അത് കഴിഞ്ഞേ നിങ്ങളെ കാണേണ്ടൂ എന്നെനിക്ക് തോന്നി. ദേശമംഗലത്ത് പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു. 11 ദിവസം പൂർത്തിയായാൽ പിന്നെ അത് ഉഗ്രശക്തിയുള്ള ദേവീ സ്വരൂപത്തിന്റെ നാടായി മാറും. ഞങ്ങളുടെ ഗതി എന്തായിരിക്കും? തൊട്ടതെല്ലാം പിഴയ്ക്കും. ഭടന്മാരും ഭൈരവനും കുണ്ടലയും തോറ്റുമടങ്ങി. ഇഷ്ടമൂർത്തികളുടെ മുമ്പിൽ നിന്നും മാതുലിന് കിട്ടിയ അരുളിപ്പാട് എന്താണ്? എല്ലാം അവസാനിപ്പിക്കാനോ അതോ സുന്ദരരാജന്റെ അടിമയാവാനോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കഠിന തപസ്സിന് പുറപ്പെടണ്ടായിരുന്നല്ലോ നാഗേന്ദ്ര. ദേവീ ചൈതന്യങ്ങൾക്കുള്ള വഴിമുടക്കാൻ ഇഷ്ടമൂർത്തികളിൽ നിന്നും കൽപ്പന കിട്ടിയിരിക്കുന്നു. ബലി വേണം. അങ്ങ് കൽപ്പിച്ചതുപോലുള്ള ബലികൾ മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. പോരാ, ഈ ബലി
അത്യന്തം വിശേഷപ്പെട്ടതാണ്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പെൺകുട്ടി. ഈ ഭൂമിയിൽ ജനിച്ചു വീണിട്ട് 181 ദിവസം മാത്രം പ്രായം. ബ്രാഹ്മണ കുലം. പുലരിവെട്ടത്തിനൊപ്പം പിറന്നവൾ. അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടെത്തണം. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഇളം പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ 6 മാസം പ്രായമായ കുഞ്ഞിനെ തിരയാൻ എളുപ്പമല്ലേ? സമീപ പ്രദേശങ്ങളിൽ അടുത്തിടെ നടന്ന ജനനങ്ങൾ തിരഞ്ഞാൽ മതിയല്ലോ. ആ കൂട്ടത്തിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. പൂജയുടെ അവസാന തുള്ളി തീർത്ഥം ദേവീ വിഗ്രഹത്തിന്റെ ശിരസിൽ വീഴുന്നതിനു മുമ്പ് നാം പറഞ്ഞ ബലി നടക്കണം. അങ്ങനെയെങ്കിൽ ദേശമംഗലത്ത് ദേവീ സാന്നിധ്യം ഉണ്ടാവുകയില്ല. നാഗേന്ദ്രന്റെയും സൈരന്ദ്രിയുടെയും ശക്തി 100 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും. എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. അങ്ങ് പറഞ്ഞ ലക്ഷണങ്ങളുള്ള കുഞ്ഞിനെ കണ്ടെത്തിയേ ഇനി മടക്കമുള്ളൂ. മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട് സൈരന്ദ്രിക്ക്. അത് പിഴുതു കളഞ്ഞേക്കൂ. ഇഷ്ടദൈവങ്ങൾ തിരഞ്ഞെടുത്ത കുഞ്ഞ് ഈ ബലിക്കലിൽ എത്തട്ടെ. പിന്നെ ദേശമംഗലം മാത്രമല്ല, അതിരുകളില്ലാത്ത രാജ്യം മുഴുവൻ നിങ്ങൾക്ക് കീഴടക്കാം. പഞ്ചമി, നീ വാതിൽ തുറക്കാത്തതെന്താ? ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നില്ലേ നീ? എടുത്തി, എനിക്ക് അശുദ്ധിയായിരിക്ക. ക്ഷേത്രത്തിലേക്ക് പോവാൻ കഴിയില്ല. സുധാമണിയെയും ലീലയും ക്ഷേത്രത്തിലേക്ക് അയക്കണം. കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഞാൻ അറിയിക്കാം. എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ചത് നന്നായി. ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്തേനെ. എങ്കിൽ പിന്നെ പ്രളയം വന്ന് സർവ്വതും നശിക്കുക തന്നെയായിരുന്നു അതിനേക്കാൾ നല്ലത്. തിരുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ദൈവത്തിനെ തന്നെ തിരുത്തുകയല്ലേ? അതിനേക്കാളും വലിയ പാപമുണ്ടോ ശിവശങ്കരൻ? നാട് വാഴുന്ന തമ്പുരാക്കന്മാർ എല്ലാ പ്രജകളുടെയും കണ്ണലുണ്ണിയാവാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. പക്ഷെ തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഞങ്ങളൊക്കെ എന്നും ശിവശങ്കരന്റെ കൂടെ തന്നെയുണ്ട്. പൂജ നടക്കുന്ന സമയല്ലേ? കുഞ്ഞിങ്ങനെ നിർത്താതെ കരഞ്ഞാൽ പൂജാരിക്ക് ഏകാഗ്രത നഷ്ടപ്പെടില്ലേ? ഇത്രയും ദിവസം പഞ്ചമിയായിരുന്നു കുഞ്ഞിനെ നോക്കിയിരുന്നത്. അപ്പോഴൊന്നും ഇങ്ങനൊരു കുഞ്ഞിവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. ഇതിപ്പോ എന്തു പറ്റി? അമ്മേ ദേവി മഹാമായ യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. എന്താ ഈ കാണിക്കുന്നത്? കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? തമ്പുരാൻ, എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നീ ഒരു അമ്മയല്ലേ? ഒരു കുഞ്ഞിന്റെ കരച്ചിലിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? തമ്പുരാൻ ക്ഷമിക്കണം. വിശപ്പല്ല, ഉറപ്പാ. ചൂടെടുത്തിട്ടുമല്ല, ഇളം കാറ്റുണ്ട്. പക്ഷേ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന വിഷ്ണുദത്തൻ നമ്പൂതിരി അസ്വസ്ഥനായാൽ പൂജ മുടങ്ങും. പൂജ മുടങ്ങിയാൽ ദേശമംഗലത്തിന്റെ പ്രതീക്ഷയാണ് അതോടൊപ്പം മുടങ്ങുന്നത്. മനസ്സിലായോ? അടിയങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞിനെയും കൂട്ടി ദൂരെ എവിടേക്കെങ്കിലും പോ. കരച്ചിൽ തിരുമേനിയുടെ കാതിലെത്താത്ത അത്രയും ദൂരം പൊയ്ക്കോ. തമ്പുരാൻ, കുഞ്ഞു ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവണമെന്ന് പൂജാരി പറഞ്ഞിട്ടുള്ളതല്ലേ?
ഇപ്പൊ നാം എന്താണോ പറയുന്നത് അതനുസരിക്കുക. ദേവിയെ പൂജിക്കാൻ വന്നിട്ടുള്ളവനാണ് പൂജാരി, അല്ലാതെ പൂജാരിയെ നിങ്ങൾ പൂജിക്കണ്ട. മനസ്സിലായോ? കുഞ്ഞിന്റെ കരച്ചിൽ ഇനി ഇവിടെ കേട്ടുപോകരുത്. ദേവി, അടിയന്റെ ചെയ്തികളിൽ എന്തെങ്കിലും പിഴച്ചോ? ഏകാഗ്രത നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അടിയനെ പരീക്ഷിക്കരുതേ അമ്മേ. അടിയന്റെ കുഞ്ഞ് ദേവിയുടെ കൈകളിലാണ്. കാത്തുകൊള്ളണേ അമ്മേ. തിരുമേനി, ഒന്ന് വരുമോ? കുഞ്ഞെവിടെ? ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയോ നമ്മുടെ കുഞ്ഞിനെ? കയ്യെത്തും ദൂരത്ത് നമ്മുടെ കുഞ്ഞുണ്ടാകുമെന്ന വ്യവസ്ഥയിലാണ് ഇതെല്ലാം ഏറ്റെടുത്തത്. അത് ലംഘിക്കുന്ന ഒരു കാര്യവും നാം അനുവദിച്ചു തരില്ല. അങ്ങ് വരൂ. കൊട്ടാരക്കെട്ടിലെ ആനയാ മണിക്കുട്ടി. അല്ല, ഇത് വിഘ്നേശ്വരനാണ്. കർമ്മങ്ങളിൽ വന്ന വിഘ്നം പരിഹരിക്കാൻ നേരിട്ട് എഴുന്നള്ളിയ വിഘ്നേശ്വരൻ. അമ്മേ ഭഗവതി.